ചന്ദ്രനിലെ ചില നിർണായക വിവരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ അഭിമാന ദൗത്യം ചന്ദ്രയാൻ-3. ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹത്തിലെ ഐസ് സാന്നിധ്യത്തെക്കുറിച്ചാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. ചന്ദ്രന്റെ ഉപരിതലത്തിനടിയിൽ മുൻകാലങ്ങളിൽ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ ഐസ് ഉണ്ടാകാമെന്നാണ് ചന്ദ്രയാൻ-3യിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പഠനം വ്യക്തമാക്കുന്നത്. കമ്മ്യൂണിക്കേഷൻസ് എർത്ത് ആൻഡ് എൻവയോൺമെന്റ് എന്ന ജേണലിൽ ചന്ദ്രനിലെ ഐസ് സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഈ നിർണായക പഠനം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ചന്ദ്രയാൻ-3 ദൗത്യം ശേഖരിച്ച ഡാറ്റ ഉപയോഗിച്ചുള്ള പഠനത്തിലാണ് ചന്ദ്രന്റെ ധ്രുവങ്ങളിലെ ഉപരിതലത്തിൽ കൂടുതൽ പ്രദേശങ്ങളിൽ ഐസ് ഉണ്ടാകാമെന്ന പഠനത്തിലേക്ക് വെളിച്ചം വീശിയത്. വലിയ തോതിലുണ്ടാകുന്ന താപനില വ്യതിയാനങ്ങൾ ഐസ് രൂപീകരണത്തെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. ഈ ഐസ് കണികകൾ പരിശോധിക്കുന്നതിലൂടെ ഇവയുടെ ഉത്ഭവം, ചരിത്രം എന്നിവയെക്കുറിച്ചുള്ള വ്യത്യസ്ത കഥകൾ വെളിപ്പെടുത്തും എന്നാണ് അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ശാസ്ത്രജ്ഞനായ ദുർഗാ പ്രസാദ് കർണം വ്യക്തമാക്കുന്നത്. ചന്ദ്രോപരിതലത്തിൽ മഞ്ഞടിയുകയും കാലക്രമേണ നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ എന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. ചന്ദ്രന്റെ ആദ്യകാല ഭൂമിശാസ്ത്ര പ്രക്രിയകളെക്കുറിച്ചും വ്യക്തത നൽകുന്നതാണ് പഠനം. 2023 ഓഗസ്റ്റ് 23 ISRO വിക്ഷേപിച്ച ചന്ദ്രയാൻ-3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് വിജയകരമായി ലാൻഡ് ചെയ്തത്. അന്നു മുതൽ ഇന്നുവരെ വിക്രം ലാൻഡർ പ്രധാനപ്പെട്ട വിവരങ്ങൾ അയക്കുന്നുമുണ്ട്. വിക്രം ലാൻഡറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണം ചന്ദ്രോപരിതലത്തിന് താഴെ 10 സെന്റിമീറ്റർ വരെ താപനില അളന്നു. ഇതിൽ നിന്നാണ് ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ലാൻഡിംഗ് സൈറ്റ് സൂര്യനിലേക്ക് 6 ഡിഗ്രി ചരിഞ്ഞിരുന്നുവെന്നും ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇവിടത്തെ താപനില 82 ഡിഗ്രി സെൽഷ്യസിനും -170 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. വെറും 1 മീറ്റർ മാത്രം അകലെയുള്ള പരന്ന പ്രതലത്തിലാകട്ടെ ഏകദേശം 60 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില. നേരിയ ചരിവ് കാരണം കൂടുതൽ സൗരകിരണം ഉപരിതലത്തിലേക്ക് എത്തുകയായിരുന്നു. ഇത് താപനിലയെ ബാധിച്ചതാണ് ഐസ് രൂപീകരണ പ്രക്രിയയെ മാറ്റിയത്. ചന്ദ്രന്റെ ധ്രുവപ്രദേശങ്ങളിൽ ഇത്തരം പ്രതിഭാസം മൂലം മഞ്ഞ് മൂടിയേക്കാവുന്ന നിരവധി സ്ഥലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഈ കണ്ടെത്തൽ ഭാവിയിൽ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാനുള്ള പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഉയർന്ന വാക്വം സാഹചര്യമുള്ളതിനാൽ ഐസ് ഉരുകുന്നതിന് പകരം നേരിട്ട് വാതകമായി മാറുകയാണ് ചെയ്യുക. അതിനാൽ ചന്ദ്രനിൽ നേരിട്ട് ദ്രാവക ജലം കണ്ടെത്താനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ ഭാവിയിൽ ചന്ദ്രനിൽ മനുഷ്യവാസ കേന്ദ്രങ്ങൾ നിർമ്മിക്കുമ്പോൾ ഐസ് വേർതിരിച്ചെടുത്ത് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ കൂടി വികസിപ്പിക്കേണ്ടി വരും. ചന്ദ്രനിൽ ഐസ് രൂപപ്പെട്ടതും എങ്ങനെ നീങ്ങി എന്നതും മനസ്സിലാകുന്നത് ഭാവി ദൗത്യങ്ങളുടെ തയ്യാറെടുപ്പിന് കൂടി നിർണായകമാണ്. ഒപ്പം ബഹിരാകാശ ദൗത്യങ്ങൾക്കായുള്ള വിഭവങ്ങളുടെ സാധ്യതകളും ബഹിരാകാശത്ത് ജലത്തിന്റെ ലഭ്യതയെക്കുറിച്ച് പുതിയ ഗവേഷണങ്ങൾ നടത്താനും ചന്ദ്രയാൻ-3യുടെ കണ്ടെത്തലുകളും പഠനങ്ങളും സഹായിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.